ശക്തി സ്വരൂപിണിയായ ദേവിയുടെ തിരുനടയിൽ പ്രതിഷ്ഠാ ദിനത്തിനോടൊക്കെ അനുബന്ധമായി ഇവിടെ ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട പ്രഭാഷണം കേൾക്കുവാനായി വന്നു ചേർന്ന എൻ്റെ കുടുംബാംഗങ്ങളായ ബന്ധുജനങ്ങളായ എല്ലാവർക്കും വളരെ പ്രേമപൂർണമായ നമസ്കാരം. കഴിഞ്ഞ ഒരു വ്യാഴവട്ടം മുൻപ് 2011-12 ഇതേപോലെ ഞാൻ ഈ ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് വന്നിട്ടുണ്ട്. അതിനുശേഷം 2014 വന്നിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് 10-12 വർഷത്തിന് ശേഷം ഒരു ചെറിയ ക്ഷേത്രം, എല്ലാവരുടെയും ഒരു ഉത്സാഹം, സമർപ്പണം എല്ലാം കൊണ്ടും ഒരു മഹാക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിലേക്ക്, വളർച്ചയിലേക്ക് പടവുകൾ കയറി പോകുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട് കാണുമ്പോൾ. അന്ന് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഉള്ള ക്ഷേത്രത്തിൽ നിന്നും എത്രയെത്രയോ മാറ്റങ്ങൾ സംഭവിച്ചു. അത് കുടുംബാംഗങ്ങളുടെ ബന്ധുത്വം കൊണ്ടും എല്ലാവരുടെയും കൂടിച്ചേരൽ കൊണ്ടെല്ലാം വളരെ സന്തോഷകരമായ ഒരു സുദിനം. അപ്പം ആ സന്തോഷം ആദ്യം തന്നെ പങ്കുവയ്ക്കട്ടെ. പ്രഭാഷണത്തിന് നമ്മുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് നാം ചെയ്യുന്ന നിരവധി തരത്തിലുള്ള ആചരണങ്ങളുണ്ട്. എത്ര ആചരണമാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ തീരില്ല, അത്രയേറെ. അപ്പോൾ നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ട, ചെയ്യേണ്ട ആചരണ സംബന്ധിയായ, കുടുംബ സംബന്ധിയായ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ നിത്യകർമ്മങ്ങൾ, ഇതാണ് പ്രഭാഷണത്തിൻ്റെ വിഷയം. നേരത്തെ പറഞ്ഞതുപോലെ ആചരണങ്ങൾ, കർമ്മങ്ങൾ കുറേ അധികമുണ്ട് നമുക്ക്. എത്രയാണെന്ന് പറഞ്ഞാൽ തീരില്ല എന്ന് വെറുതെ പറഞ്ഞതല്ല. നമ്മളൊക്കെ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ നോക്കിയാൽ അത് നമ്മുടെ വീട്ടിലാകട്ടെ, വൈയക്തികമായ നമ്മുടെ വികാസത്തിനാകട്ടെ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വരുമ്പോഴാകട്ടെ, സമൂഹത്തിൽ ജീവിക്കുമ്പോഴാകട്ടെ, മറ്റുള്ളവർ നമ്മുടെ വീട്ടിൽ വരുമ്പോഴാകട്ടെ, നമ്മുടെ വീടിന് ചുറ്റുമുള്ള ജീവജാലങ്ങളോടുള്ള നമ്മുടെ സമീപനമാകട്ടെ, ഇതൊക്കെ നോക്കിയാൽ നിരവധി ആചരണങ്ങൾ നമ്മൾ ചെയ്യുന്നു. എന്നാൽ ശരിക്കും നമ്മുടെ ഈ സനാതന ധർമ്മത്തിൽ, ഹിന്ദു ധർമ്മത്തിൽ ആകെ ചെയ്യാൻ നമുക്ക് 4 കർമ്മങ്ങളേ ഉള്ളൂ. 4 ഉള്ളൂ. 4 ചെയ്താൽ മതി. ഈ 4 എന്ത് എന്ന് മനസ്സിലാക്കി ഓരോന്നും വിധിയാവണ്ണം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു കർമ്മത്തിൽ നിന്ന്, ആചരണത്തിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. ഞാൻ ലാഭം എന്ന് പറഞ്ഞാൽ കറൻസി, നോട്ട്, ഇതൊന്നും മനസ്സിൽ കാണരുത്. അതുകൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. ഏത് കാര്യവും എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയാതെ ചെയ്താൽ അബദ്ധവും സംഭവിക്കും. അബദ്ധം സംഭവിച്ചാൽ അടുത്ത തലമുറ അത് തന്നെ കൊണ്ടു നടന്ന് അവസാനം ഇതൊക്കെ എന്തിന് എന്നൊരു തോന്നലും നമ്മുടെ വരുന്ന തലമുറയ്ക്കും ഉണ്ടാകും. നമുക്ക് അങ്ങനെ സംഭവിച്ചു പോയ നിരവധി തരത്തിലുള്ള അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ശരിക്കും നമ്മുടെ ഈ ആചരണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അവശ്യം വേണ്ട ഒരു ചോദ്യമുണ്ട്, ഇതെന്തിനാ ഞാൻ ചെയ്യണത്? എന്തും ആവട്ടെ, എന്ത് കർമ്മമാവട്ടെ, ക്ഷേത്രത്തിൽ വരലാവട്ടെ, വഴിപാട് നടത്തലാവട്ടെ, എന്തും, എല്ലാത്തിനും ചോദ്യം ചോദിക്കണം. ഇത് എന്ത്, ഇതെന്തിനാ, ഇതെങ്ങനെ ചെയ്യണം? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി വേണം എല്ലാ കർമ്മവും ചെയ്യാൻ. അല്ലെങ്കിൽ ഒക്കെ യാന്ത്രികമാണ്, വെറുതെ അങ്ങ് ചെയ്യുന്നു. അമ്മ ചെയ്തു, മോളും ചെയ്തു, തലമുറകൾ മാറി മാറി ചെയ്തു. ഇതിലൊരാളെ തോണ്ടി വിളിച്ച് ചോദിക്കുക, നിങ്ങളിപ്പോൾ എന്തിനാ അത് ചെയ്യുന്നത്? അമ്മ ചെയ്തു, ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഇത് അറിഞ്ഞു ചെയ്യുമ്പോഴോ, അപ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ലാഭം, ഗുണം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ? 4 ഉള്ളൂ. ഒന്നാമത്തതിൻ്റെ പേര് നിത്യകർമ്മം എന്നാണ്.
പേര് ഓർത്തു വയ്ക്കാൻ ശ്രമിക്കണം. ഓർത്തു വയ്ക്കണമെങ്കിൽ, കിട്ടണമെങ്കിൽ ആകെ ചെയ്യേണ്ട 2 കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് പ്രഭാഷണം കേൾക്കലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ പ്രാരബ്ധം കേട്ടേ പറ്റൂ. ഇനി അല്ലേ ആ പ്രാരബ്ധം 5 മിനിറ്റുള്ളവർ കുറച്ച് കഴിഞ്ഞ് എണീറ്റ് പോകും, 10 മിനിറ്റ് കേൾക്കാൻ പ്രാരബ്ധമുള്ളവർ 10 മിനിറ്റ് കഴിഞ്ഞ് എണീറ്റ് പോകും, ചിലവർ അരമണിക്കൂർ കഴിയുമ്പോൾ ഉറക്കം തുടങ്ങും. അതൊക്കെ അവരുടെ പ്രാരബ്ധമാണ്. എനിക്കൊരു പ്രാരബ്ധമുണ്ട്, എത്ര പേരോട് പറയണം. അപ്പൊ അതിൽ കൂടുതലൊന്നും ഇവിടെ വരില്ല. നിങ്ങൾ എന്ത് വിചാരിച്ചാലും വരില്ല. ഇത് കഴിയുമ്പോൾ അത്രയും പേരോട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ പ്രാരബ്ധമാണ്. പ്രാരബ്ധമാണ് കേട്ടോ, പ്രാരാബ്ധമല്ല, ദീർഘാക്ഷരമല്ല, ഹ്രസ്വമാണ്. പ്രാരബ്ധം. ഓരോരുത്തർക്കും പ്രാരബ്ധമുണ്ട്. അപ്പോൾ 2 കാര്യം ചെയ്യണം. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കുഴപ്പം പിടിച്ച ഒരാളുണ്ട്. അവന്റെ പേര് കണ്ണ് എന്നാണ്. ഇവന്റെ അത്ര അപകടകാരി വേറെ ഒരാളും നമ്മുടെ ശരീരത്തിലില്ല. നമ്മുടെ സർവ്വ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് കണ്ണാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പലതും കാണും. കണ്ണാണെങ്കിലോ ഒരു സ്ഥലത്ത് നിൽക്കില്ല, അവൻ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കും. അത് അവന്റെ സ്വഭാവമാണ്. ഇവൻ പരതിയാലും കുഴപ്പമില്ല, അവൻ അവന്റെ കാര്യം നോക്കിക്കോട്ടെ, അവനത് ചെയ്യില്ല. മറിച്ച് അവൻ പോകുന്നതോടൊപ്പം എല്ലാ കരണങ്ങളെയും കൊണ്ടുപോകും. അതവന്റെ കുഴപ്പം. കണ്ണ് പോയ അപ്പ മനസ്സും പോകും. പിന്നെ ഒരു ശരീരം അവിടെ ഇരിപ്പുണ്ട്. ഇനി ഇത് രണ്ടുമല്ല, കണ്ണ് പോയ മൂക്ക് പോവും, നാക്ക് പോവും, തൊക്ക് പോവും, ചെവിയും പോവും. അതായത് എല്ലാ ഇന്ദ്രിയങ്ങളെയും കൊണ്ടുപോകുന്നവൻ കണ്ണാണ്. എല്ലാവരെയും നയിക്കുന്നവനാണ് കണ്ണ്. അതുകൊണ്ട് കണ്ണിന്റെ പേര് നയനം എന്നാണ്. എന്താ പേര്? എന്താ അങ്ങനെ വാക്ക് കിട്ടാൻ കാരണം? നയിക്കുന്നവന്. അപ്പൊ കണ്ണ് ഇതിലൂടെ പലരും പോകും. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മളും പോകും. അങ്ങനെ പോകുമ്പോൾ എന്താ വെച്ചാൽ എല്ലാം കൂടി പോകും. അപ്പൊ ഈ പറഞ്ഞതൊന്നും കേൾക്കാൻ പറ്റില്ല. അവസാനം നിങ്ങളൊരു 10, 100, 100 ചിലാൻ പേരെ അങ്ങനെ യാത്രയായിരിക്കും. ഇവിടം തൊട്ട് അവിടം വരെ, അവിടം തൊട്ട് ഇവിടം വരെ. അങ്ങനെ പലരും നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ ബന്ധുക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, കാണാൻ ആഗ്രഹിച്ചവരുണ്ട്, കാണണ്ടെന്ന് വിചാരിച്ചവരുണ്ട്. ഇവരൊക്കെ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ യാത്ര തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ പ്രഭാഷണം കഴിയും. അപ്പം ഞാൻ ഒരാളോട് ചോദിച്ചു എന്നിരിക്കട്ടെ, എങ്ങനെ ഉണ്ടായി? കേമായിരുന്നു കേട്ടോ. എന്നോട് പറയണത് മുഖത്തൊക്കെ എനിക്ക് വിടിയിരുന്നാൽ കാണാം, ഓരോരുത്തരും എങ്ങടാ നോക്കണേ. എന്നിട്ട് എന്നോട് പറയും കേമായിരുന്നു. എന്നാ പിന്നെ പറയൂ, ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? അങ്ങനെയൊന്നും ചോദിക്കരുത്, അതൊക്കെ നന്നായിട്ടുണ്ട് എന്ന് പറയും. അപ്പം ഇതാണ് പൊതുവെ പ്രഭാഷണത്തിന് 20-25 കൊല്ലമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തൊക്കെ ധാരാളം ഇതിന് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലുള്ള ഗുണം എന്താണെന്ന് എനിക്കറിയാം. എന്നാലും കേട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണിനെ ഒരു സ്ഥലത്ത് നിർത്തണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ചെവിയാണ്. നമുക്ക് 2 ചെവി ഈശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് 2 അല്ലെങ്കിൽ ഒരു ചെവി മതിയായിരുന്നു. വാ തന്നത് 1. അപ്പൊ കുറച്ച് പറയാനും കൂടുതൽ കേൾക്കാനുമാണ് ശരീരത്തിന്റെ സൃഷ്ടിയിൽ 2 ചെവിയും 1 വായും. അപ്പൊ ചെവി കാതോർത്ത് കേൾക്കണം എന്നാണ്. ആദ്യമൊക്കെ കാതോർത്തൊക്കെ കേട്ടിരുന്നു. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ഒരു 5-10 കൊല്ലം കഴിഞ്ഞു ഒരു കേൾക്കലില്ല. അപ്പൊ കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് പ്രശ്നം. കേൾക്കാൻ നാട്ടിൽ ധാരാളം പേരുണ്ട്, അവർ കേൾക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് കേൾക്കേണ്ടവർ കേൾക്കുന്നുമില്ല. അതുകൊണ്ട് കേൾക്കുക എന്നതാണ് ഏറ്റവും വലിയ കഴിവ്. ആ കഴിവിനെ കുറിച്ച് ഈ പ്രഭാഷണത്തിൻ്റെ ഇടയിൽ നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ കർമ്മം നിത്യകർമ്മം എന്നും ചെയ്യണം. മനസ്സിലാക്കി വെക്കുക. എന്നും ചെയ്യണമെന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടാകരുത്. ഞായറാഴ്ചയും ചെയ്യണമെന്ന് ചോദിക്കരുത്. ഞായറാഴ്ചയും ചെയ്യണം. ഞായറാഴ്ച എന്തോ നമുക്ക് ഹോളിഡേ ആണ്, അങ്ങനെ ഒരു വിചാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് മാത്രമല്ല അടുത്ത തലമുറയ്ക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് കഷ്ടം. സൺഡേ ഹോളിഡേ നമ്മുടെ സനാതന ധർമ്മത്തിലോ ഭാരതത്തിലോ അങ്ങനെ ഒരു സങ്കല്പമേ ഇല്ല. സൺഡേ ഹോളിഡേ ഉണ്ടായത് 1893 അന്നാണ് ആ പ്രമേയം പാസ്സാക്കിയത് അമേരിക്കയിലാണ്, ചിക്കാഗോയിലാണ്. അവിടുത്തെ സർവമത സമ്മേളനത്തിലാണ്. വിവേകാനന്ദൻ പോയ ആ സമ്മേളനത്തിൽ ഞങ്ങളുടെ ദൈവം 6 ദിവസം സർവ സൃഷ്ടിയും നടത്തിയതിന് ശേഷം ഒരു ദിവസം വിശ്രമിച്ചതുപോലെ ലോകത്തുള്ള സർവരും വിശ്രമിച്ചോളൂ. അങ്ങനെ സൺഡേ ഹോളിഡേ ആയി. അതിന് ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു ചിക്കാഗോ മതസമ്മേളനത്തിൽ. അതുണ്ടായത് 893 130 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു പ്രമേയം ഇന്നും നമ്മൾ സ്വീകരിച്ചു. അത് അവൻ്റെയാണ്, അത് അവൻ എടുത്തോട്ടെ. നമ്മളെ സംബന്ധിച്ച്
ഞായറെന്നല്ല, ഓണം, വിഷു, സംക്രാന്തി എന്തും വരട്ടെ, എല്ലാ ദിവസവും ഈ കർമ്മം ചെയ്യണം. അതിൻ്റെ പേരാണ് നിത്യകർമ്മം. ക്ലിയറാണേ? കണ്ണുകൊണ്ട് പൊക്കോട്ടെ. 2, നൈമിത്തിക. നൈമിത്തിക കർമ്മം എളുപ്പമാണ് മനസ്സിലാക്കാൻ. നിമിത്തം വരുമ്പോൾ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യണ്ട. അപ്പൊ നിമിത്തം എപ്പോഴാ വരിക? അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ എപ്പോഴാന്ന് അവർക്കല്ലേ അറിയുള്ളൂ. ചിലപ്പോൾ നിമിത്തം വർഷത്തിൽ ഒരിക്കലുണ്ടാവുള്ളൂ. അപ്പൊ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അത് ഇപ്പൊ വിവാഹം വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള നൈമിത്തിക കർമ്മമാണ്. അത് ഒരു പ്രാവശ്യം ചെയ്താൽ പോരെ? എല്ലാ മാസവും ചെയ്യണോ? വേണ്ട. എല്ലാ വർഷവും ചെയ്യണോ? വേണ്ട. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഇങ്ങനെ നിമിത്തം ഹേതുവായി നമ്മുടെ ജീവിതത്തിൽ ധാരാളം കർമ്മങ്ങൾ വന്നു ചേരും. ഈ കർമ്മങ്ങളെ പറയുന്ന പേരാണ് നൈമിത്തികം. ഒന്നാമത്തെ നിത്യം, രണ്ടാമത്തെ നൈമിത്തികം. ഓർത്തു വയ്ക്കാൻ പറ്റും. നമ്മളെന്തൊക്കെ ഓർത്തു വയ്ക്കണം? 30 കൊല്ലം മുമ്പുണ്ടായ അനുഭവം ഇന്നും അമ്മായിയമ്മയുടെ മുഖത്ത് നോക്കി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഓർമ്മയ്ക്കൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ഓർത്തു വെക്കുന്നുണ്ട്. ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളും ഇന്നും ഓർത്തു വെക്കുന്നുണ്ട്. എന്നും സിനിമ കാണുന്നത് പോലെ അത് കാണുന്നുണ്ട്. അതിനെപ്പറ്റി ആലോചിച്ച് എന്താ പറയുക, വലിയ ഊർധ്വശ്വാസമൊക്കെ ഒലിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഓർത്ത് വെക്കണം. നിത്യം, നൈമിത്തികം. മൂന്നാമത്തത് കാമ്യം. കാമ്യം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. എത്ര ആഗ്രഹം നമുക്ക്. നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ എഴുതൂ എന്ന് പറഞ്ഞ് ഞാനൊരു 100 പേജിന്റെ നോട്ട് പുസ്തകം എല്ലാവരുടെ കയ്യിൽ തന്നൊരു പേനയും തന്നാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ എന്നെ വിളിക്കും. എന്തേ, ഒരു പുസ്തകം കൂടി തരുമോ എന്ന് ചോദിക്കും. എന്തിനാ? അത് എഴുതി തീർന്നു. പറയണ്ടേ, ഇത് അവസാനിക്കില്ല. അതുകൊണ്ട് നൈമിത്തിക കർമ്മം കഴിഞ്ഞ് വരുന്ന കാമ്യം, ആഗ്രഹ പൂർത്തീകരണത്തിന് ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്. അപ്പൊ ഒരു ആഗ്രഹം നടപ്പിലാക്കാൻ ഒരു കർമ്മം ചെയ്യണത് ദോഷമാണോ? ഒരു ദോഷമില്ല. എല്ലാ കാമനകളും പൂർത്തീകരിക്കണം എന്നാണ് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ആഗ്രഹമൊന്നും പാടില്ല, ആഗ്രഹിച്ച ദൈവം ശപിക്കും. ഇതാരാ പറഞ്ഞേ? ധാരാളം ഉണ്ടാകട്ടെ, ധാരാളം ഉണ്ടാകട്ടെ എന്നാണ്. ഇപ്പൊ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ ധാര കഴിക്കാറുണ്ടോ? ഉണ്ട്. ഈ ധാര കഴിക്കുമ്പോൾ എന്താ മന്ത്രം? അങ്ങനെയൊന്നും ചോദിക്കരുത്. ഞങ്ങളുടെ കർമ്മം എന്താ വെച്ചാൽ എന്നാലേ ആ മന്ത്രം കൂടി ഒന്ന് പഠിക്കണം. ശ്രീരുദ്രത്തില് ചമകമുണ്ട്. എനിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എന്തൊക്കെ കിട്ടിയാലാണ് എനിക്ക് സൗഭാഗ്യം ഉണ്ടാവുക, ഈ സൗഭാഗ്യങ്ങളാണ് ആ മന്ത്രം. ആ മന്ത്രത്തിൽ പറയാണ്, അലയോ സർവേശ്വര പശുപതിനാഥ ശ്രീരുദ്ര മഹാകാലകാല നീലകണ്ഠ, അലയോ മഞ്ജുനാഥേശ്വര. ആ കൈലാസനാഥനോട്, വിശ്വനാഥനോട് പറയാണ്, എനിക്ക് കോടി കോടി ധാന്യങ്ങൾ വേണം. എത്രയും വേണ്ടേ? 100 അല്ല, കോടി കോടി. എൻ്റെ കയ്യിൽ 100,000 പശുക്കൾ ഉണ്ടാവണം എനിക്ക്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ മന്ത്രമൊക്കെ ഉള്ള കാലത്ത് പശുവാണ് അന്നത്തെ ഏക ഉപജീവന മാർഗം. അന്നത്തെ സമ്പത്ത്, ഖജനാവൊക്കെ പശുവാണ്. അതുകൊണ്ട് എനിക്ക് 100 കണക്കിന് പശുക്കൾ വേണം. പോരാ, കൊമ്പിൽ സ്വർണം കെട്ടിയ പശുക്കൾ വേണം. എനിക്ക് ആട് വേണം, ഗോതമ്പ് വേണം, ബാർലി വേണം. ബാർലി നമുക്ക് മൂത്രത്തി കല്ലുണ്ടാവുമ്പോൾ മാത്രമേ ഇപ്പൊ ബാർലി മുഖം അറിയുള്ളൂ. പക്ഷെ ബാർലി നല്ല പോലെ എനിക്ക് വേണം. ചെമ്മരിയാട് വേണം, നല്ല രോമങ്ങളുള്ള ചെമ്മരിയാട് വേണം. ഇങ്ങനെ തുടങ്ങി എനിക്ക് എന്തൊക്കെയാണോ എൻ്റെ സൗഭാഗ്യത്തിന് വേണ്ടത് അതെല്ലാം എനിക്ക് തരണേന്ന് പറഞ്ഞിട്ടാണ് ഈ ധാര കഴിക്കണത്. നമ്മളെന്താ വിചാരിച്ചിരിക്കണത്? ധാര കഴിക്കുമ്പോൾ എല്ലാം സ്വീകരിക്കൂ, എല്ലാം നേടൂ, എല്ലാം നേടൂ എന്നാണ് പ്രാർത്ഥന. ഇവിടെ ഐകമത്യ സൂക്ത പുഷ്പാഞ്ജലിയൊക്കെ ഉണ്ടാവുമല്ലോ. ഐകമത്യ സൂക്ത പുഷ്പാഞ്ജലി നമ്മളൊക്കെ കഴിക്കാറുണ്ട്. എപ്പോഴത് കഴിക്കാന്നറിയോ? നമ്മൾ വീട്ടിൽ കലഹം, തറവാട്ടിൽ കലഹം, പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ജ്യോത്സ്യനെ പോയി കാണും. ജ്യോത്സ്യൻ പറയും, ഒരു കാര്യം ചെയ്യും, സംഘർഷമൊക്കെ ഒന്ന് മാറാൻ ഒരു ഐകമത്യ സൂക്തം അങ്ങോട്ട് ചെയ്യിച്ചോളൂ. 50 രൂപയുടെ ചീട്ടെടുക്കും. എന്താ അപ്പൊ ചൊല്ലിയ മന്ത്രം? ഋഗ്വേദത്തില് അവസാനത്തെ മണ്ഡലമുണ്ട്. അവസാനത്തെ മണ്ഡലത്തിൽ കുറെ മന്ത്രങ്ങളുണ്ട്. ഈ ഋഗ്വേദം എന്ന് പറയുന്നത് ഒരു കായക്കൊലയാണെങ്കിൽ അതിന്റെ പടലയെ പറയുന്ന പേരാണ് മണ്ഡലം. ആ പടലയിൽ കുറെ കായ ഉണ്ടാവില്ലേ, അതിനെ പറയുന്ന പേരാണ് സൂക്തം. അപ്പൊ മനസ്സിലായില്ലേ? ഈ സൂക്തത്തിൽ അതിൽ കുറെ മന്ത്രങ്ങളുണ്ട്.
അതിൽ അവസാനം വരുന്ന 3 മന്ത്രങ്ങളാണ് ഐകമത്യ സൂക്തത്തിന് ചൊല്ലുന്ന മന്ത്രം. ആ മന്ത്രം സംഗച്ഛധ്വം സംവദധ്വം സംഭോ മനാംസി ജാനതാം ദേവാഭാഗൈ യഥാപൂർവേ സഞ്ജാനാന ഉപാസതേ സമാനോ മന്ത്രസമിതി സമാനി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. ഇതെന്താണ്? ഐക്യമന്ത്രമാണിത്. ഏകമനമാകാൻ, ഏക മനസ്സാകാൻ വേണ്ടി ചൊല്ലുന്ന മന്ത്രം ഇത്. നമുക്കിടയിൽ എന്തെങ്കിലും ഭിന്നതയുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ, അതുകൊണ്ട് നമ്മൾ ഐകമത്യമാകട്ടെ, ഏകമതമാകട്ടെ, ഏകമതിയാകട്ടെ, ഒരേ ബുദ്ധിയാകട്ടെ, ഒരുപോലെയാകട്ടെ, നമ്മുടെ ചിന്തകൾ ഒന്നായിരിക്കട്ടെ, നമ്മുടെ മനസ്സൊന്നായിരിക്കട്ടെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒന്നായിരിക്കട്ടെ, നമ്മുടെ വിചാരം ഒന്നായിരിക്കട്ടെ. ദേവന്മാർ പണ്ട് എങ്ങനെയാണ് ഒരുമിച്ച് ജീവിച്ചത് അതുപോലെ നമുക്ക് ജീവിക്കണേ. നമുക്കിടയിൽ സംഘർഷത്തിൻ്റെതായതെല്ലാം മാറണേ. നമ്മൾ എന്നും നല്ലവരായിരിക്കണേ. ഇതും പറഞ്ഞ മന്ത്രം. അല്ലാണ്ട് ഐകമത്യ സൂക്തം ചെയ്ത് അപ്പുറത്ത് പോയിട്ട് ഒരാളെ കണ്ട് മുഖം വീർപ്പിക്കരുത്. കാരണം ചെയ്തത് ഇങ്ങനെ മുഖം വീർപ്പിക്കുന്ന സ്വഭാവം എനിക്കില്ലാതിരിക്കട്ടെ, ഒരാളുടെ ദോഷം ഞാൻ കാണാതിരിക്കട്ടെ, ആരെ കണ്ടാലും നന്മ മാത്രം കാണട്ടെ, അയാളുടെ നന്മകളെ കുറിച്ച് ലോകത്ത് എനിക്ക് നല്ലത് പറയാൻ പറ്റണേ. ഇതാ പ്രാർത്ഥന. ഇതിലെവിടെയാ ആധ്യാത്മികം ഒന്ന് പറഞ്ഞു തന്നെ. ഹിന്ദു ക്ഷേത്രത്തിലോ ഹിന്ദു ആചരണത്തിലോ നമ്മൾ വിചാരിച്ച ഒരു ആധ്യാത്മികതയും ഇല്ല. അതിലുള്ളത് അത്രയും ഭൗതിക സാഹചര്യമാണ്. നമുക്ക് എന്തൊക്കെയാണോ ജീവിതത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടത് അതൊക്കെ സ്വീകരിക്കാനുള്ള മന്ത്രങ്ങളാണ് അധികം. അപ്പൊ കാമ്യം, ഒരു ആഗ്രഹം ഉണ്ടാവാന്ന് പറഞ്ഞാൽ മോശമാണോ? ഒരു മോശമല്ല. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്ക് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, വിധിയുണ്ട് അതിന് ഓരോന്നിനും. ഇപ്പൊ നേരത്തെ 2 പറഞ്ഞ പോലെ നമ്മളൊരു പുഷ്പാഞ്ജലി ചെയ്യുകയാണെങ്കിലും, എന്തൊരു വിളക്ക് ചെയ്യുകയാണെങ്കിലും, ഒരു ബാലാത്രിപുരി സുന്ദരി മന്ത്രം ചൊല്ലിയിട്ട് ഒരു അർഘ്യം, എന്തെങ്കിലും ഒരു അർഘ്യം ചെയ്യുകയാണെങ്കിലും എല്ലാത്തിൻ്റെ പിന്നിലും ഉദ്ദേശമുണ്ട്. നമ്മുടെ പൂർവികന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് 3ാമത്തെ കർമ്മം കാമ്യകർമ്മം, ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെയ്യണം. ആ ആഗ്രഹം മറ്റൊരാൾക്ക് ദോഷമാവുന്നേ ഉള്ളൂ. 1ാമത്തെ നിത്യകർമ്മം, 2ാമത്തത് നൈമിത്തികം, 3 കാമ്യം, 4ാമത്തത് പ്രായശ്ചിത്തം. അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം പ്രായശ്ചിത്ത കർമ്മമൊന്നും ചെയ്യുന്നവരല്ല എൻ്റെ മുന്നിൽ ഇരിക്കുന്നവരൊക്കെ. എനിക്കറിയാം, കണ്ടാലറിയാം, എല്ലാവരും നല്ല ആൾക്കാരാണ്. അതുകൊണ്ട് 4ാമത്തെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. എന്നാലും മനസ്സിലാക്കുക, പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ ചെയ്യരുതാത്ത എന്തെങ്കിലും ചെയ്താൽ പ്രായശ്ചിത്ത കർമ്മം ചെയ്യണം. പോരാ, കഴിഞ്ഞിട്ടില്ല. 2ാമത് പറയുന്നത് കൂടി ഒന്ന് കേൾക്കണം. ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും പ്രായശ്ചിത്ത കർമ്മം ചെയ്യണം. ക്ലിയർ ആയോ? 2 കാര്യമാണ് പ്രായശ്ചിത്ത കർമ്മം ചെയ്യേണ്ടി വരിക. ചെയ്യരുതാത്തത് ചെയ്താലും ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും പ്രായശ്ചിത്ത കർമ്മമുണ്ട്. ചെയ്യരുതാത്തൊക്കെ മനസ്സിലായി, അതൊക്കെ നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലിരുന്ന ഒരാൾ പറയുന്നുണ്ട്, അത് വേണ്ട കേട്ടോ, വേണ്ട കേട്ടോ എന്ന്. അത് സെൽഫി എടുത്ത് അയക്കുകയാണെങ്കിലും, നമ്മൾ എന്താ പറയുക, ക്യാമറയൊക്കെ ഓണാക്കിയിട്ട് വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിലും, നമ്മളൊരു വോയിസ് കോൾ ചെയ്യുകയാണെങ്കിലും, നമ്മൾ എന്ത് തട്ടിപ്പും വെട്ടിപ്പും പറ്റിക്കൽസും നടത്തുമ്പോഴും നമ്മുടെ ഉള്ളിലിരുന്ന ഒരാൾ പറയുന്നുണ്ട്, വേണ്ട കേട്ടോ, വേണ്ട കേട്ടോ എന്ന്. പക്ഷെ എന്താണെന്നറിയോ, എനിക്കൊരു വാസനയുണ്ട്. ആ വാസനയിൽ ഈ വേണ്ടെന്ന് പറയുന്നതൊന്നും ഞാൻ ശ്രദ്ധിക്കില്ല. എന്നാൽ ഉള്ളിലൊരു വിഷമമുണ്ടേ, അത് കാര്യം വേണ്ടേ. കാരണം ഒരു ധാർമ്മികത എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഈ ധാർമ്മികതയാണ് പറയണത് വേണ്ട വേണ്ട, പക്ഷെ ഞാനതൊന്നും കേൾക്കില്ല, ഞാനത് ചെയ്യും. 2ാമത് ഞാനത് ചെയ്യുമ്പോൾ വീണ്ടും മനസ്സ് പറയും വേണ്ട കേട്ടോ, പക്ഷെ ഞാനിതൊന്നും കേൾക്കില്ല, കാരണം എനിക്കൊരു വാസനയുണ്ട്, ഞാൻ ഉണ്ടാക്കി വെച്ചൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അത് ചെയ്യും. 3ാമതും ഞാനിത് ചെയ്യുമ്പോൾ മനസ്സ് പറയണോ വേണ്ടടോ, വേണ്ട, ഇത് നല്ലതിനല്ല, നമുക്കറിയാം നല്ലതിനല്ലാന്ന്. എന്നാലും ഞാൻ ആരാലോ പ്രേരിപ്പിക്കപ്പെട്ട് വീണ്ടും ഞാൻ അതേ സെൽഫി എടുത്തയച്ചു. ഓ ശരി ശരി. 4ാമതും പറഞ്ഞു, 5ാമതും പറഞ്ഞു, പിന്നെ പറയാണ്ടാവും. ഏതുപോലെ സൈക്കിളിലും ബൈക്കിലും ഒക്കെ 100 പിള്ളേര് ബൈക്കിൽ പോകുമ്പോൾ അപകടം മനസ്സിലാക്കുന്നവർ വിളിച്ചു പറയും, പോലെ ഇത്ര വേഗത്തിൽ പോകരുത് കേട്ടോ. 2ാമതും പറയും, 3ാമതും പറയും, ഇങ്ങനെ പോയ അപകടം, നിനക്ക് മാത്രമല്ല പലർക്കും അപകടം. 4ാമതും പറയും. എന്നിട്ടും കേട്ടില്ലെങ്കിൽ ഇനി നമ്മൾ പറയും, അറിയില്ല. ഇതന്നെ നമ്മുടെ മനസ്സ്.
ഇതന്നെയാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലിരുന്ന് എപ്പോഴും ഒരു ദൈവികത നമ്മുടെ ഉള്ളിലുള്ളത് നമ്മളോട് പറയും, വേണ്ട കേട്ടോ, വേണ്ട കേട്ടോ. നമ്മളൊരു 4-5 പ്രാവശ്യം ഇത് കേട്ടില്ലെങ്കിൽ പിന്നെ അതും പറിച്ചത് നിർത്തും. അപ്പോഴാണ് നമുക്ക് എവിടെന്നെങ്കിലും ഒരു അടി കിട്ടും. നമ്മൾ വിശ്വസിച്ച ആള് വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ വീട്ടുകാർ നമ്മൾ ഒഴിച്ച് നാട്ടുകാർക്കൊക്കെ ഈ കാര്യം അറിയാം. അപ്പൊ പിന്നെ പ്രായശ്ചിത്തം ചെയ്യണം. അതാണ് ഈ ചെയ്യരുതാത്തത്. ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിലും പ്രായശ്ചിത്തമുണ്ട്. ഏതുപോലെയാന്ന് വെച്ചാൽ ഇപ്പം ഈ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കറിയാം കുട്ടികളുടെ ധർമ്മം എന്താ. ശരിക്കും വിദ്യാർത്ഥികളുടെ പഠിക്കുക, വേറെ ഒന്നും ധർമ്മമില്ല അവർക്ക്. ഫസ്റ്റ് ഡ്യൂട്ടി, സെക്കൻഡ് ഡ്യൂട്ടി, തേർഡ് ആൻഡ് ഫൈനൽ ഡ്യൂട്ടി, ഓൾസോ സ്റ്റഡി. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അവർക്ക് പണി. കളിക്കുക, മൊബൈൽ നോക്കുക, TV കാണുക, അതൊന്നും അവരുടെ ധർമ്മമല്ല. എപ്പോഴെങ്കിലുമൊക്കെ റിലാക്സിന് ശരിയാണ്. പക്ഷെ മുഖ്യധർമ്മം, ഗൗണധർമ്മവും ഒക്കെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പഠിക്കുക. ഈ കുഞ്ഞിത് ചെയ്തില്ല എന്നിരിക്കട്ടെ, അങ്ങനെ പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ട് ഈ കുട്ടി തോറ്റാൽ ആ കുട്ടിക്കുള്ള പ്രായശ്ചിത്ത കർമ്മത്തിന്റെ പേരാണ് സപ്ലി. കേട്ടിട്ടുണ്ട് സപ്ലി എന്നൊക്കെ? അത് പ്രായശ്ചിത്ത കർമ്മ. പരീക്ഷ 10 തോറ്റു, ഒരു വിഷയത്തിൽ മാർക്ക് കുറഞ്ഞു, വീണ്ടും എഴുതി. എന്തിനാ? അത് ചെയ്യേണ്ടത് ചെയ്തില്ല, അതുകൊണ്ട് പ്രായശ്ചിത്ത കർമ്മം. അതിന്റെ പേരാണ് ഇപ്പോ പരീക്ഷ. ഇങ്ങനെ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ പ്രായശ്ചിത്ത കർമ്മം ചെയ്യണം. അപ്പൊ 4 കർമ്മമാണ് പറഞ്ഞത്: നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം. നിത്യം എന്നും ചെയ്യണം. നൈമിത്തികം നിമിത്തം വന്നാൽ ചെയ്യണം. ഒരു കുട്ടി ജനിച്ചിട്ട് പേരിട്ടാ പോരെ? അങ്ങനെയാണോ ഇപ്പൊ ചെയ്യണത്? വിശേഷമായി എന്ന് കേട്ടാൽ ഗൂഗിൾ ദൈവത്തെ വിളിക്കും. പിന്നെ എന്തൊക്കെയോ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു പേരങ്ങോട്ട് കിട്ടും. ഇനി അതിന്റെ അർത്ഥം എന്താ? ഒരർത്ഥമില്ല. പക്ഷെ ഗൂഗിളിൽ കടലുന്ന ഗൂഗിളാണെന്ന് വിശ്വാസം, അതാണ് ദൈവം. അതുകൊണ്ട് മാതാപിതാ ഗൂഗിൾ ദൈവമാണ്. ഇപ്പോൾ മറ്റൊക്കെ പോയി. അതുകൊണ്ട് ഗൂഗിളാണ് ഇപ്പം എല്ലാം തീരുമാനിക്കുന്നത്. ഇവിടെ പുറത്ത് വന്നിട്ട് പേരിട്ടാൽ പോരെ? ഇത്രയൊക്കെ വെല്ലുവിളി നടത്തണോ? ആ പേര് കേൾക്കേണ്ട ആൾക്ക് കേൾക്കാനുള്ള ഭാഗ്യമൊക്കെ വേണ്ടേ? വേണം. അതുകൊണ്ടേ കുഞ്ഞ് ജനിക്കട്ടെ, ഒരു 10 ദിവസം കഴിയട്ടെ. 10 ദിവസം കഴിഞ്ഞാലാണ് ജനിച്ചു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. എന്നാലേ പ്രാണൻ ഉറയ്ക്കുള്ളൂ. അതുകൊണ്ടൊരു 10 ദിവസം അമ്മയും കുഞ്ഞൊക്കെ അവിടെ ഇരുന്നോട്ടെ, ആരും കാണാൻ പോണ്ട. അതിനൊരു പേര് കൊടുത്തു, വാലായ്മ. അതിന് കൊടുത്ത പേരാ വാലായ്മ. കാരണം 10 ദിവസം ഈ കുഞ്ഞ് ഉണ്ടോ ഇല്ലേന്ന് ഒരു ഉറപ്പില്ല. 10 ദിവസം വേണം പ്രാണൻ ഉറയ്ക്കാൻ. അപാന ഉദാന വ്യാന സമാനാദികളായ പഞ്ചപ്രാണനും ഉപപ്രാണനും 10 ദിവസം കൊണ്ട് ഉറയ്ക്കും. അപ്പൊ 10 ദിവസം കഴിയുമ്പോൾ എല്ലാവരോടും പറയും, ഇനി നിങ്ങൾ പോയി കണ്ടോളൂ. നൈമിത്തിക കർമ്മമാണ് വാലായ്മ. നൈമിത്തിക കർമ്മമാണ്. നാമകരണം 10 ദിവസം കഴിഞ്ഞാൽ കുഞ്ഞിന് പേരിടാം. വൈദികമായിട്ട് വേദമനുസരിച്ചാണെങ്കിൽ, പാരമ്പര്യമായിട്ടാണെങ്കിൽ 10 ദിവസം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം പേരിടാം. 11, 12 ദിവസങ്ങളിലാണ് വൈദികമായിട്ട് നാമകരണം കേട്ടോ. 28 ഇപ്പം ഉണ്ടായതാ. രാമന് പേരിട്ടത് 12ാമത്തെ ദിവസം. എന്നാ പിന്നെ രാമന് 28 കെട്ടും 28-ന് പേരിടലൊക്കെ ആവായിരുന്നില്ലേ? കൃഷ്ണന് പേരിട്ടത് എത്രാമത്തെ ദിവസം? എത്രയാ? ഭാഗവതമൊക്കെ കേൾക്കാറില്ലേ? കേൾക്കൽ തന്നെയുള്ളൂ. എന്തെങ്കിലും ഒന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. 10 ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് കൃഷ്ണന് നാമകരണം. വൈദികമായിട്ട് നാമകരണം. നിമിത്തം വന്നു, ഒരു കുഞ്ഞ് ജനിച്ചു, 10 ദിവസം കഴിഞ്ഞു, തൊട്ടടുത്ത ദിവസം വന്നു, അതൊരു നിമിത്തമായി, അതുകൊണ്ട് നാമകരണം. ഇത്രയുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. അതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് നൈമിത്തികം. കാമ്യം, ആഗ്രഹത്തിന്. ദശരഥന് മക്കളില്ല. വയസ്സത്രയെ? 60 വയസ്സായി. 60 വയസ്സ് വരെ ഒന്നും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം യൗവനമൊക്കെ ഉണ്ട്. പഴയ 60 വയസ്സല്ലേ? നോക്കൂ, ഇന്നത്തെ കാലം നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്ത് നമുക്ക് റിട്ടയർമെന്റ് ഇല്ല. പഴയ കാലത്ത് റിട്ടയർമെന്റ് ഉണ്ട്. 55 വയസ്സ്, 56 വയസ്സ്, 58 വയസ്സ്, ഇതൊക്കെ റിട്ടയർമെന്റ് പ്രായമാണ്.
ഇനി വരുന്ന തലമുറയ്ക്ക് റിട്ടയർമെന്റ് ഇല്ല. അത് ദയവീത് മനസ്സിലാക്കണം. റിട്ടയർമെന്റ് ഇല്ലാത്ത കോഴ്സ് തിരഞ്ഞെടുക്കണം. മനസ്സിലായില്ലതാണ്. നോക്കൂ, പണ്ട് റിട്ടയർമെന്റിനനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കണം. കാരണം അന്ന് ഇത്ര കാലം കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഉള്ളിലുള്ള പാർട്സ് ഒക്കെ പോയി. ഈ മൊബൈലൊക്കെ മേടിച്ച 2 കൊല്ലം കഴിഞ്ഞ് ഉള്ളിലുള്ള പാർട്സ് ഒക്കെ പോകും. അപ്പൊ ഒരു മങ്ങലായി, ചാർജ് കയറാണ്ടായി, വയ്യാണ്ടായി. അതെന്താ, പുറത്ത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, എൻ്റെ മൊബൈൽ കാണാൻ എന്തൊരു ഭംഗിയാണ്, പക്ഷെ ഇത് ഓണായി വരാത്ര ഉള്ളിലുള്ള പാർട്സ് ഒക്കെ പോയി. ഇതേപോലെ നമ്മുടെ ഉള്ളിൽ കാണാൻ ഇപ്പൊ എല്ലാവരും കാണാൻ നല്ല ഭംഗിയില്ല. പണ്ട് നമ്മളൊരു 45-50 വയസ്സുകാരനെന്ന് വിചാരിച്ചു നോക്കൂ. വയ്യ, ഇന്നൊരു 45 വയസ്സുകാരനെന്ന് കണ്ടു നോക്കൂ, എന്തൊരു ഭംഗിയാണ് കാണും. 60 വയസ്സുള്ള ആളെ കാണാൻ എന്തൊരു ഭംഗിയാണ്. പണ്ടത്തെ 60 വയസ്സുകാരൻ നമ്മുടെ മനസ്സിലില്ലേ, വയോവൃദ്ധൻ, നാളെ അങ്ങോട്ട് പോകുന്നു തോന്നുന്നു നമുക്ക്. അപ്പൊ നോക്കൂ, കാലം മാറുമ്പോൾ നമ്മുടെ ശരീരപ്രകൃതിയും മാറും. അതുകൊണ്ട് അമ്മയേക്കാൾ സൗന്ദര്യം ഉണ്ടാകും മകൾക്ക്. പിന്നെ അമ്മ കൊഞ്ഞനെ കുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? കാലം മാറുകയാണ്. പുതിയ പുതിയ കാലം വരുമ്പോൾ അതിനനുസരിച്ച് ഇപ്പൊ ഒരു 70 വയസ്സായാലും പ്രായം തോന്നില്ല. പക്ഷെ ഉള്ളിലുള്ള പാർട്സോ അതുകൊണ്ട് ഇത് മനസ്സിലാവുന്നില്ല. ശരി, അങ്ങനെ റിട്ടയർമെന്റ് ഇല്ലാത്ത കോഴ്സുകൾ തിരഞ്ഞെടുക്കണം. അതാണ് ഇന്നത്തെ കാലത്ത് വേണ്ടത്. അപ്പൊ റിട്ടയർമെന്റ് ഉള്ള കോഴ്സ് ഏതൊക്കെയാണ്? 55 വയസ്സിൽ കഴിഞ്ഞു, മതിയോ? ഇന്നൊരു 55 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും സമ്പാദിച്ചാലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ ഒരു 10 വർഷം കഴിഞ്ഞാലും ജീവിത ചെലവ് ഏറ്റവും കൂടുതലുള്ള ഇന്നത്തെ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട കോഴ്സ് ഏതാ? റിട്ടയർമെന്റ് ഇല്ലാത്തതാണ്. അപ്പൊ റിട്ടയർമെന്റ് ഇല്ലാത്ത ഒരു 70-80 വയസ്സൊക്കെ ആവുമ്പോൾ 40-50 വയസ്സിൽ സമ്പാദിച്ചതിൻ്റെയും 100 ഇരട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന കോഴ്സ് ഏതാ? ഇത് ഇഷ്ടംപോലെ കോഴ്സുകളാണ്. ഞാനിങ്ങോട്ട് വന്നപ്പോഴാണ് ഇതിന്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അവർ നാളെ എന്താവണം അതിനുവേണ്ടി ഒരു പരിശീലനം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞ നല്ല കാര്യമാണ്, കാരണം പഴയ കാലമല്ല. അതുകൊണ്ട് ഇന്ന് കുഞ്ഞുങ്ങൾക്കൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ റിട്ടയർമെന്റ് ഇല്ലാത്ത കോഴ്സുകൾ തിരഞ്ഞെടുക്കണം. നിങ്ങൾ 70 വയസ്സായാലും 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം സാലറി ഉള്ള ഒരു ജോലി നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ കാലത്തെ കാര്യമല്ല, വരാൻ പോകുന്ന കാലമാണ്. പണ്ട് നമ്മളൊക്കെ ഉള്ള കാലത്ത് ആകെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ അറിയാം നമുക്ക്? 3 അറിയാം. പിന്നെ എപ്പോഴോ ഒരു 4ാമത്തെ ഒരു BCA വന്നു, പിന്നെയാണ് BBA. ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ 5 കോഴ്സായി. ഇപ്പൊ എത്രയുണ്ടെന്ന് അറിയോ? 200. എത്ര ഡിഗ്രി കോഴ്സ് ഉണ്ട്? 200-ലധികം ഡിഗ്രി കോഴ്സുകൾ ഇന്നുണ്ട്. എത്ര ജോലി സാധ്യതകളാണ്! ഇതിൽ പലതും റിട്ടയർമെന്റ് ഇല്ലാത്തതാണ്. അപ്പൊ കുറെ ആളുകൾ റിട്ടയർമെന്റ് ജീവിക്കുമ്പോൾ കുറെ ആളുകൾ റിട്ടയർമെന്റ് ഇല്ലാത്തത് ജീവിക്കണം. അങ്ങനെ നമ്മുടെ ജീവിത ആഗ്രഹത്തിന് വേണ്ടി നാം ചെയ്യുന്നതാണ് കാമ്യം. അതിൽ ദശരഥന് 60 വയസ്സ്. 60 വയസ്സായപ്പോഴാണ് പുള്ളി ആലോചിച്ചത്, യൗവനൊക്കെ ഏതാണ്ട് തീർന്നു, മക്കളില്ല, 3 വിവാഹം കഴിച്ചു, 3 പേരിലും ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ വിഷമമാണ്. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് ഒരു കാമ്യകർമ്മം ചെയ്യണം. ആ കാമ്യകർമ്മം ചെയ്യുമ്പോൾ അതിനുവേണ്ടി അതിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുത്ര. അങ്ങനെ അദ്ദേഹം പുത്രകാമേഷ്ടി എന്നുള്ളൊരു കാമ്യകർമ്മം ചെയ്തു. അത്ഭുതം, 4 മക്കൾ. കാമ്യകർമ്മം മനസ്സിലായോ? അപ്പൊ കാമ്യകർമ്മം മോശമല്ല, എല്ലാ ആഗ്രഹത്തിനും ചെയ്യണം. 4ാമത്തത് പ്രായശ്ചിത്തം. ഇത്രയും ക്ലിയർ ആണോ? നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം. ഇതിൽ നിത്യകർമ്മങ്ങൾ എന്ന് പറയുന്നതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം. ഇതൊക്കെ ഇൻട്രൊഡക്ഷനാണ്. പറയാൻ ഉദ്ദേശിച്ചത്രയേ ഉള്ളൂ, നിത്യകർമ്മങ്ങളെ കുറിച്ച് പറയണം. അപ്പൊ ഇനി കൃത്യം വിശക്കണ സമയം വരെ കേട്ടോ. എപ്പോഴാണ് വിശന്നു തോന്നുന്നത് അപ്പം നിർത്തും. ഞങ്ങൾ നോക്കിയിരിക്കരുത്, പെട്ടെന്ന് വിശപ്പ് തോന്നും കേട്ടാ. വിശപ്പ് എനിക്ക് മനസ്സിലാവും. ഈ ഹിപ്പോപ്പൊട്ടാമസിനെ ഓർമ്മിപ്പിക്കുന്ന കാര്യത്തിൽ വാതുറക്കും. അപ്പൊ എനിക്ക് മനസ്സിലാവും വിശപ്പൊക്കെ ആയിട്ടുണ്ട്, അപ്പൊ നിർത്താം കേട്ടോ. ഇനിയിപ്പോ ഞാൻ നേരത്തെ നിർത്തിയോണ്ട് വേഗം കിട്ടൂല, ഇതിനൊരു സമയമൊക്കെ ഉണ്ടല്ലോ. അതുവരെ പ്രാരബ്ധം അനുഭവിക്കുക. ഇത് അനുഭവിച്ച പ്രാരബ്ധം തീർന്നു. നിത്യകർമ്മം എന്ന് പറയുന്നത് 5 എണ്ണമാണ്. എത്ര എണ്ണ? അപ്പൊ നേരത്തെ എത്ര പറഞ്ഞേ? 4 എണ്ണം. അപ്പൊ നമ്മൾ വിചാരിച്ചു 4 എണ്ണേ ഉള്ളൂ. അല്ലല്ല, തുടങ്ങിയിട്ടുള്ളൂ. നിത്യകർമ്മം 5 എണ്ണമാണ്. ഈ 5 എണ്ണമാണ് എന്നും ചെയ്യണത്, എന്നും ചെയ്യേണ്ടത്, എന്നും ചെയ്യണമെന്ന് വിധിക്കപ്പെട്ടത്. ഈ 5 എണ്ണം നമ്മൾ ചെയ്യണ്ടോന്നും കൂടി ഒന്ന് ആലോചിക്കണേ. ഈ 5 എണ്ണത്തിനൊരു വിശേഷമുണ്ട്.
ഈ 5 ചെയ്യുന്നതിനാണ് വിവാഹം കഴിക്കുന്നത്. മനസ്സിലായില്ല? കാരണം ഇത് ഒരാൾക്ക് പറ്റില്ല. ഒരു പുരുഷൻ ഒറ്റയ്ക്കോ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്കോ ഈ 5 ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ നിർബന്ധമായും വിവാഹം കഴിക്കണം. ഏതുകൊണ്ട്? ഈ 5 യജ്ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിവാഹം. അപ്പൊ വിവാഹത്തിന്റെ ഉദ്ദേശം എന്താ? പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യാനാണ് വിവാഹം. മനസ്സിലെങ്കിൽ ഒന്ന് പറയണേ. കാര്യം കഴിഞ്ഞിട്ട് 10-30 കൊല്ലായി ഒന്നുകൂടി പറഞ്ഞോളൂ. എന്താണ്? എന്തിനാ വിവാഹം? പഞ്ചമഹായജ്ഞം ചെയ്യാൻ. 5 യജ്ഞങ്ങൾ ചെയ്യണം, 5 കർമ്മം ചെയ്യണം. അതിന് നിർബന്ധമായും ഞാൻ ഗൃഹസ്ഥാചരണമെന്ന എൻ്റെ ആശ്രമത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പഞ്ചമഹായജ്ഞങ്ങൾ ഉമാമഹേശ്വര സങ്കല്പത്തിൽ ഞാനിത് ചെയ്യാമെന്ന് അഗ്നി സാക്ഷിയായി കുറെ പ്രതിജ്ഞകളൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുണ്ടോ വിവാഹത്തിന് പ്രതിജ്ഞ? ഓർമ്മയില്ല അല്ലെ? അന്ന് ഈ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പലതും മറന്നുപോയതാ. വിവാഹത്തിന് കുറേ സൂക്തങ്ങളുണ്ട്, മന്ത്രങ്ങളുണ്ട്, ഉദ്ദേശമൊക്കെ അവിടെ പറയുന്നുണ്ട്. നമുക്ക് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. എല്ലാത്തിനും ഉദ്ദേശമുണ്ട്. അച്ഛൻ മകളുടെ കരമെടുത്ത് ഈ വരന്റെ പാണിയോട് ചേർത്ത് വെച്ച് ചൊല്ലുന്ന ധർമ്മസൂക്ത പ്രതിജ്ഞകളുണ്ട്. ആ ധർമ്മസൂക്ത പ്രതിജ്ഞകളെല്ലാം ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഇനി അതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരാ, ഞങ്ങളുടെ കയ്യിൽ MBBS ഉണ്ട്, MD ഉണ്ട്, അതൊന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല. ഇത് ധാർമ്മികമായ ഒരു ആചരണ പദ്ധതിയാണ്. അതൊന്നും MBBS കിട്ടില്ല. അങ്ങനെ ചൊല്ലുന്ന ധർമ്മസൂക്ത പ്രതിജ്ഞയിൽ ഞങ്ങൾ ഗൃഹസ്ഥാശ്രമ ധർമ്മം സ്വീകരിച്ചിരിക്കുന്നു. ഗാർഹപത്യ അഗ്നി, ആ അഗ്നിയെ കൊളുത്തിക്കൊണ്ടാണ് ആരംഭിക്കുക. അഗ്നിയാണ് ഗൃഹനാഥൻ. ആരെ ഗൃഹനാഥൻ? അഗ്നി. ഇപ്പൊ ഗൃഹനാഥൻ ഇല്ല കേട്ടോ, ഗൃഹനാഥ. ആണുങ്ങളുടെ വിലയൊക്കെ പോയി. ഇപ്പൊ റേഷൻ കാർഡ് എടുത്ത ആരാണ്? ഞാനാണ് ഗൃഹനാഥൻ. നിങ്ങളോ? റേഷൻ കാർഡ് ആരെ വരില്ല? എൻ്റെ വരില്ല. നിങ്ങൾ പിന്നെ നിന്നോളൂ. ഇപ്പൊ സ്ത്രീയാണ് ഗൃഹനാഥ. അത്രയും കാലം. അപ്പൊ ഒരാൾ ഗൃഹനാഥനാന്ന് പറഞ്ഞ് ജീവിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല ഗൃഹനാഥൻ എവിടെ? അച്ഛൻ പോയി, ഇപ്പൊ ഞാനാ ഗൃഹനാഥൻ. ഇങ്ങനെ തലമുറകള് മാറിപ്പോകുന്നതല്ല ഗൃഹനാഥ സങ്കല്പം. അത് അഗ്നിയാണ്. ആ അഗ്നിയുടെ പേര് ഗാർഹപത്യം എന്നാണ്. ഈ വിവാഹം കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ഈ ഗാർഹപത്യാഗ്നി കൊളുത്തുക എന്നുള്ളൊരു വിധിയുണ്ട്. ഭാഗ്യത്തിന് നമ്മൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഓർക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. ആശ്രമം എന്ന് പറഞ്ഞാൽ മറക്കരുത്, കാട്ടില് പർണശാല ഉണ്ടാക്കി വലിയ താടി മുടി നീട്ടിയിരിക്കുന്നതിൻ്റെ പേരല്ല ആശ്രമം. എവിടെയാണോ ശ്രമം ചെയ്യേണ്ടത്, പ്രവൃത്തി ചെയ്യേണ്ടത്, കർമ്മം ചെയ്യേണ്ടത്, എൻ്റെ ധർമ്മം ചെയ്യേണ്ടത്, ആ ഇടത്തിൻ്റെ പേരാണ് ആശ്രമം. മനസ്സിലായോ? ആ ആശ്രമമല്ല ഈ ആശ്രമം. ഞാൻ അങ്ങനെ ഗൃഹസ്ഥാശ്രമം ചെയ്യാൻ പോവാണ്. എൻ്റെ നിത്യ നൈമിത്തിക കർമ്മങ്ങൾ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ വിവാഹം കഴിക്കും. അപ്പൊ വിവാഹം എന്തിനാ വിവാഹം? പഞ്ചമഹായജ്ഞം ചെയ്യാൻ, നിത്യ ആചാരങ്ങൾ ചെയ്യാൻ, ഈ നിത്യ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിവാഹം. പഠിച്ചില്ലേ? ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇതിനാണ് വിധി. ശരി, ഞാൻ കുറേ പേരോട്, എനിക്ക് പരിചയമുള്ളവരോട് കുസൃതിയോടെ അറിയാൻ വേണ്ടി ഒക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ സുഹൃത്തെ വിവാഹം കഴിച്ചേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരോടും ചോദിച്ചു. കാണുന്ന അത്യാവശ്യത്തിന് ബന്ധമുണ്ടെങ്കിൽ വെറുതെ ചോദിക്കും, നിങ്ങൾ എന്തിനാ വിവാഹം കഴിച്ചേ? അപ്പൊ പലരും പലതരത്തിലുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലർ പറഞ്ഞ ഉത്തരം ഞാൻ പറയാം. അപ്പൊ ആ ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങളും അതിന്റെ പക്ഷക്കാര് തന്നെ. ഞാൻ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ വിവാഹം കഴിച്ചേ? അപ്പൊ ആള് പറഞ്ഞു, എന്തായാലും കഴിക്കണം. അതെ, അതുകൊണ്ട് പറഞ്ഞാൽ കഴിച്ചു. നാട്ടു നടപ്പനുസരിച്ച് കഴിക്കണ്ടേ? വേണ്ടേ? അതുകൊണ്ട് കഴിച്ചു. രണ്ടാമത്തെ ആള് പറഞ്ഞു, വീട്ടിൽ നിർബന്ധം, അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ട് വയ്യ, കൂട്ടുകാരുടെ കഴിഞ്ഞു, ബന്ധുക്കളുടെ കഴിഞ്ഞു, അയൽവക്കക്കാർ കഴിഞ്ഞു, അവന്റെ മാത്രം കഴിഞ്ഞില്ല. അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വിവാഹം കഴിച്ചു. മൂന്നാമത്തെ ഒരാളെ ഞാൻ ഈ അടുത്താണ് പരിചയപ്പെട്ടത്. 28 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവളാണെങ്കിൽ വിവാഹമേ വേണ്ടാന്ന് പറഞ്ഞ ഒറ്റക്കാലിന്റെ ദിവസമായിരുന്നു. ഒരു ദിവസം അവളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ, ഞാൻ വിവാഹം കഴിക്കാൻ പോകും, അടുത്ത ആഴ്ച എൻ്റെ വിവാഹം, സാറ് വരണം കേട്ടോ. ഞാൻ ചോദിച്ചു, നീ കഴിക്കില്ല എന്ന് പറഞ്ഞ്. ഇത്രയും കാലം ഞങ്ങളുടെ പക്ഷത്തുണ്ടായ ആളാ. ഇപ്പൊ അവള് കാലം മാറി, അവള് വിവാഹം വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, നീ എന്താ വിവാഹം കഴിക്കാൻ കാരണം? അപ്പൊ പറഞ്ഞു, സാർ, ഞാൻ
എനിക്കിപ്പോൾ 28 വയസ്സായി. ഞാൻ ഡിഗ്രിക്ക് പഠിച്ച കാലത്ത് ഞങ്ങളുടെ ഒരു ഡിഗ്രിക്കാരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് സാർ. ആ ഗ്രൂപ്പിൽ 31 പേരുണ്ട്. 30 പേരും എന്നും എന്നെ ആക്രമിക്കും. എന്തും പറഞ്ഞ് ആക്രമിക്കുന്നേ, നിനക്കൊന്നായില്ലേ, നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ, ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞു, ഞങ്ങൾക്ക് 2-3 മക്കളായി, നിന്നെ ആരാ നോക്കുക 37% ഡിവോഴ്സ്. ആരാ നോക്കുക, ആരാ നിന്നെ വയസ്സാവുന്ന നിനക്ക് ഇത്തിരി വെള്ളം തരിക, ഇങ്ങനെ തുടങ്ങിയിട്ട് എൻ്റെ പൊന്നു സാറേ ഞാനിത് കേട്ടുമടുത്ത് ഞാൻ എക്സിറ്റ് ആവും. അവരെന്നെ ആഡ് ചെയ്യും, ഞാൻ എക്സിറ്റ് ആവും, വീണ്ടും എന്നെ ആഡ് ചെയ്യും. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു, വിവാഹം കഴിക്കുകയല്ലേ. അപ്പോൾ ഇവിടെ എന്തിനാ വിവാഹം കഴിച്ച? വാട്സാപ്പ് ഗ്രൂപ്പിൽ ആക്രമണം ഭയന്ന്, ഇവരുടെ ചോദ്യം ഭയന്ന്, നാട്ടുകാർ ചോദിക്കും ഇത്ര ഒന്നും ആയില്ല എന്ന്. അവൻ വലിയ മനോവ്യഥ, ഈ വേദന കൊണ്ട് വിവാഹം കഴിച്ചവൾ. അങ്ങനെ പുതിയ ആളെ ഞാൻ ഈ അടുത്ത് കണ്ടു. അങ്ങനെ അവള് വിവാഹം കഴിച്ചു. വേറെ ആള് പറഞ്ഞു, ജ്യോത്സ്യൻ പറഞ്ഞു, ഇപ്പം നടന്നാലേ നടക്കുള്ളൂ, 23 കഴിഞ്ഞു, ഇപ്പം നടക്കണം, ഇല്ലെങ്കിലോ 40 കഴിയൂത്രേ. സഹിക്കുമോ? എനിക്ക് സഹിക്കില്ല, അതുകൊണ്ട് ഞാൻ വേഗം ഒരു വിവാഹം കൊണ്ട് കഴിച്ചു. വേറൊരാൾ പറഞ്ഞു, ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു, ഒരു കൂട്ടു വേണമെന്ന് ആർക്കും ആഗ്രഹം തോന്നില്ലേ, അതുകൊണ്ട് ഒരു കൂട്ടു വേണമെന്നൊരാഗ്രഹം. അങ്ങനെ അയാളും ഒരു വിവാഹം കഴിച്ചു. കുറേ കഴിഞ്ഞ് ഞാൻ അയാളോട് ചോദിച്ചു, എങ്ങനെയുണ്ട്? വേണ്ടായിരുന്നു. കൂട്ടിന് വേണ്ടിയിട്ടാണ് വിവാഹം കഴിച്ചത്. ഇപ്പൊ തോന്നുകയാണ് വേണ്ടായിരുന്നു. ഒരാവേശത്തിന് എടുത്ത് ചാടിയത. എല്ലാവരും ബൈക്കിലൊക്കെ അങ്ങനെ പോണ കണ്ടപ്പോൾ എനിക്കൊരാശ, ഒരാളെ കൂടി പിന്നിലിരുത്തി പോകണമെന്ന്. എല്ലാവരും കൂടി ഹോട്ടലിൽ ചെല്ലുമ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കണത്. അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണതാണ് എന്തൊരു സന്തോഷം. അങ്ങനെ ഞാൻ ഒരെണ്ണം കഴിച്ചതാ. അപ്പൊ വേണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ മാറ്റിയെടുക്കാൻ പറ്റുമോ? മാറ്റിയെടുക്കാനും പറ്റില്ല. ഏതായാലും ഇയാൾ വിവാഹം കഴിച്ചത് ഇതിനാ. സത്യം പറ, നമ്മളൊക്കെ എന്തിനാ വിവാഹം കഴിച്ചത്? 25 വയസ്സായതുകൊണ്ട് കഴിച്ചതാ. അങ്ങനെ കഴിച്ചതാണ്. ചിലർക്ക് പ്രായം, വീട്ടുകാര്, ഒരു തോന്നല്, ഒറ്റയ്ക്കായിരുന്നു വിചാരിച്ചു, ജ്യോത്സ്യൻ പറഞ്ഞു, നാട്ടു നടത്തല്ലേ, നാടോടുമ്പോ ഇങ്ങനെ ഓടണ്ടേ, അനിയനും അനിയത്തിക്കും കഴിക്കാൻ ഞാൻ കഴിക്കണ്ടേ, അങ്ങനെ വേണം. അങ്ങനെ കഴിച്ചവരും ഉണ്ട്. ദയവ് ചെയ്ത് വിവാഹം കഴിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാതെ വിവാഹം കഴിച്ചാൽ ഇപ്പം എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. സാക്ഷര സുന്ദര ദൈവിക കേരളത്തിൽ നിങ്ങൾ സാധിക്കുകയാണെങ്കിൽ ഇനി ഒരു കുടുംബ സംഗമം നിങ്ങളുടെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബ കോടതിയിലെ ജഡ്ജിനെ നിങ്ങളൊന്ന് വിളിക്കണം. ദയവ് ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കണം, എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ തലമുറ എന്ന് ചോദിക്കണം. അപ്പൊ ആ ജഡ്ജി അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറയും. അത്രയും മതി. കാരണം കുടുംബ കോടതിയിൽ ഒരു ജഡ്ജിയുടെ അത്രയും അനുഭവം ഇന്നത്തെ കാലത്തെ മനസ്സിലാക്കാൻ വേറെ ആരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ഒന്നാമത്തെ കാര്യം പറയും, 37.3 ഇന്നത്തെ ഡിവോഴ്സ് റേറ്റ്. നമ്മുടെ നിയമങ്ങളിൽ വിശ്വാസമുള്ള അങ്ങനെയുള്ള 2 പേര് ഒരു കോടതിയെ സമീപിച്ച് വേണ്ട എന്ന് നിയമപ്രകാരം തീരുമാനിച്ചതനുസരിച്ച് 37 പേര്, 100 പേരുടെ വിവാഹം കഴിഞ്ഞ 37 ഇന്ന് ഡിവോഴ്സാണ്. ഇനി കുടുംബ കോടതി എന്ന് നോക്കാതെ നാട്ടുകാരറിഞ്ഞ മോശാവില്ലേ എന്ന് വിചാരിച്ച് ഈ നിയമപ്രകാരം ഒന്നും വേണ്ടാന്ന് വെച്ച് എത്ര ശതമാനം ഉണ്ടാവും? അത്ര തന്നെ ഉണ്ടാവും. അപ്പൊ 72 പോയി, 74 പോയി അല്ലേ? 74 പോയി. ഇനി മക്കളുണ്ടായി പോയി, ഇനി എങ്ങനെയെങ്കിലും മുന്നോട്ട് പോവല്ലേ? ഇങ്ങനെ എത്ര ഉണ്ടാവും? ചുരുക്കി പറഞ്ഞാൽ എത്ര പേര് സമൃദ്ധമായി ജീവിക്കുന്നുണ്ട്? കഷ്ടം എന്നേ പറയാനുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ ഇണക്കുരുവികളാണ്, വീട്ടിലെത്തിയാലേ തനി സ്വഭാവം അറിയുള്ളൂ. നമ്മുടെ മുന്നിൽ എന്തൊരു അഭിനയാന്ന് അറിയോ? അഭിനയിച്ചു മടുത്തു. അവർ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് വലിയ ഗുണമൊന്നും കാണാനില്ലെങ്കിൽ നമ്മുടെ പൂർവികർ പറഞ്ഞ രീതിയും കൂടി ഒന്ന് നോക്കിക്കൂടെ? വല്ല ചെലവുണ്ടോ? ഒരു ചെലവുമില്ല. എങ്കിൽ ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. 5 കാര്യങ്ങൾ ചെയ്യാനാണ് വിവാഹം. ഒറ്റയ്ക്ക് പറ്റില്ല. അതിലൊന്ന്, വിവാഹം കഴിക്കുന്നത് കാരണം ഞാൻ ജനിക്കാൻ ഒറ്റയാളെ കാരണം ആ ആളെ 2 ആയി ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഒറ്റാന്ന് പറഞ്ഞ് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ. ഒരു മാറ്റമില്ല. എൻ്റെ അമ്മയും അച്ഛനും ഉള്ളത് കൊണ്ടാണ് ഞാൻ ജനിച്ചത്. അവരുടെ തപസ്സും ത്യാഗവും സമർപ്പണവുമാണ് ഞാനിനി എന്തൊക്കെ അവരെ കുറ്റം പറഞ്ഞാൽ ഈ കുറ്റം പറയുന്ന നാവടക്കം അവര് തന്നതാ എനിക്ക്. അതുകൊണ്ട്
ഈ ലോകത്തിൽ എനിക്ക് രണ്ടേ രണ്ട് പേരോടാണ് കടമുള്ളൂ. അതെൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാ നല്ലത്. ഇല്ലേ, എനിക്കൊരു കുഴപ്പമില്ല, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകും. രണ്ടേ രണ്ട് പേരോടാണ് എനിക്ക് ലോകത്തിൽ കടമുള്ളൂ. അതെൻ്റെ അമ്മയും അച്ഛനുമാണ്. അച്ഛനമ്മമാരോടുള്ള കടം വീട്ടലാണ് വിവാഹം. ഒന്ന്, നേരത്തെ 3 കാരണം പറഞ്ഞു എന്തിനാ വിവാഹം. 4ാമത്തെ കാരണം ഇതാണ്, എനിക്ക് എൻ്റെ അച്ഛനമ്മമാരോട് ചില കടം വീട്ടാനുണ്ട്. അതിന് ഞാൻ വിവാഹം കഴിച്ചേ പറ്റൂ. ഈ തലമുറ നിലനിൽക്കാൻ, പാരമ്പര്യം നിലനിൽക്കാൻ, അടുത്ത ഈ തലമുറയുടെ നൈരന്തര്യത്തിന് വേണ്ടി ഞാൻ വിവാഹം കഴിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ അച്ഛനമ്മമാരോടുള്ള കടം വീട്ടലാണ് ഒന്നാമത്തെ നമ്മുടെ യജ്ഞം. അതിൻ്റെ പേര് പിതൃയജ്ഞം എന്ന് പറഞ്ഞേ. പിതൃയജ്ഞം. പിതൃ അല്ല, പിതൃയജ്ഞം. അച്ഛനമ്മമാരോട് കടം വീട്ടണം. 3 കാര്യം ചെയ്യണം. 3 കാര്യം ചെയ്താൽ അച്ഛനമ്മമാരോട് കടം വീടി. ഇതൊറ്റയ്ക്ക് പറ്റില്ല, അതുകൊണ്ടാണ് വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്. 1, ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ നന്നായി ശുശ്രൂഷിക്കണം. അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പൊ ഇവിടെ ആടിയ തലയൊക്കെ 60 വയസ്സ് കഴിഞ്ഞവരുടെ, ആടാത്ത തലയില്ലേ, അവിടെയാണ് പ്രശ്നം. ഈ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞാൽ പ്രായം കൂടിയവർക്കൊക്കെ സന്തോഷമായി, പ്രായം കുറഞ്ഞവർക്കൊക്കെ കരിമേഘക്കെട്ടുകൾ പോലെ, കാർമേഘം മൂടിയതുപോലെ മുഖങ്ങൾ മാറി. ഈ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കണം. ശരി. എങ്ങനെ ശുശ്രൂഷിക്കാൻ പോണത്? അച്ഛനെ അമ്മയും കാണുമ്പോൾ കയ്യിലൊക്കെ പിടിച്ച് കയ്യിന്റെ ഞൊട്ടയൊക്കെ പൊട്ടിച്ചിട്ട് ചോദിക്കുക, സുഖല്ലേ അമ്മേ, സുഖല്ലേ അച്ഛ. ഇതാണോ ശുശ്രൂഷ? അല്ലെങ്കിൽ മാസം 5000 ഉറുപ്പിക എടുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞിരിക്കട്ടെ, ഞാൻ വഴിയെടുത്ത് കൊണ്ടുവരാണ്, എല്ലാ മാസവും തരാട്ടോ. ഇതാണോ ശുശ്രൂഷ? ഓണത്തിന്, വിഷുവിന്, വിശേഷ അവസരങ്ങളിലൊക്കെ അച്ഛനും അമ്മയ്ക്കും വിഷുക്കൈ നീട്ടമോ ഓണക്കുടവയോ മറ്റു വസ്ത്രങ്ങളോ മരുന്നുകളോ വാങ്ങിക്കൊടുക്കുന്നതാണോ ശുശ്രൂഷ? എന്താണ് ശുശ്രൂഷ? ശുശ്രൂഷ എന്ന് പറഞ്ഞ ഒറ്റ അർത്ഥമുള്ളൂ, ശ്രോതും ഇച്ഛ. വെറുതെ ഒന്ന് പറഞ്ഞേ, ശ്രോതും, കേൾക്കാനുള്ള ഇച്ഛ, ആഗ്രഹം. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്ത് ആരെ വേണമെങ്കിലും ശുശ്രൂഷിച്ചോളൂ. ഒറ്റ കാര്യം ചെയ്യേണ്ടത് കേൾക്കുക. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് അച്ഛനമ്മമാരെ കേൾക്കണം. എങ്ങനെ ദയവ് ചെയ്ത് ആ പാവങ്ങളെ ഒന്ന് കേട്ടാൽ മതി. അവർക്ക് പറയാൻ കുറെ കാര്യമുണ്ട്. ഇത് കുറെ സമയമൊന്നും വേണ്ട, 10 മിനിറ്റ് അവർക്ക് അവസരം കൊടുക്കണേ. നമ്മുടെ ഉപദേശം കേട്ട് അവർ വയ്യാണ്ടായി. ഇത്ര കാലം നമ്മളെ ഉപദേശിക്കല്ലായിരുന്നു, അതെ ഇപ്പൊ നമ്മൾ തുടങ്ങി. അച്ഛനമ്മമാരെ കേൾക്കുക എന്നതാണ് ശുശ്രൂഷ. 10 മിനിറ്റ് എല്ലാ ദിവസവും സ്വസ്ഥമായിരുന്ന് അച്ഛനും അമ്മയ്ക്കും പറയാനുള്ളത് നമ്മൾ കേട്ടാൽ, നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഇന്ന് നിങ്ങൾ 3000 ഉറുപ്പികയുടെ മരുന്ന് അവർക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ 1500 കുറയ്ക്കാം. 1500 രൂപയുടെ ലാഭമുണ്ട് 10 മിനിറ്റ് കേട്ടാൽ. ഞാനത് വെറുതെ പറഞ്ഞതല്ല. അച്ഛനമ്മമാർ ഇന്ന് ആഗ്രഹിക്കുന്നത് പൈസയല്ല, കുഴമ്പല്ല, നിങ്ങൾ ഗുളികയല്ല. കുറച്ചു നേരം മക്കൾ അടുത്തുണ്ടായി അവരോടൊന്ന് സംസാരിക്കണം. ഇതാ ശുശ്രൂഷ. പോരാ, അവർ പറയുന്നത് കേൾക്കണം. സത്യത്തിൽ ഈ പാവങ്ങള് പലതും പറയില്ല, അപ്പോൾ പറയാത്തതും കേൾക്കണം. പോരാ, പറയാൻ ആഗ്രഹിക്കുന്നതും കേൾക്കണം. ലോകത്ത് ആരെയൊക്കെ ശുശ്രൂഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹം 3 കാര്യങ്ങളാണ്. പറയുന്നത് കേൾക്കണം, അവർ പറയാത്ത ചിലത് കൂടി കേൾക്കണം, പറയാൻ ആഗ്രഹിക്കുന്നത് കൂടി കേൾക്കണം. 10 മിനിറ്റ് അച്ഛനമ്മമാരെ കേൾക്കുക എന്നതാണ് ശുശ്രൂഷ. ക്ലിയറായോ? ബാക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, ഒന്ന് കേൾക്കൂ. അച്ഛനമ്മമാർക്ക് അതേ ആവശ്യമുള്ളൂ. അവർക്ക് നമ്മുടെ പണവും പത്രാസും കാറും AC മുറിയും ഒന്നും ആവശ്യമില്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഏകാന്തതയാണ്, ഒറ്റയ്ക്കാണെന്ന വിചാരമാണ്.
പ്രായം കൂടുമ്പോൾ മനോവേദന കൂടും, മനോബലം കുറയും. മനോബലം കുറയുമ്പോൾ ഒറ്റയ്ക്കാണെന്ന് തോന്നും. ഈ തോന്നലില്ലാതിരിക്കാൻ വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ രോഗങ്ങൾ അധികമാകും. രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് മാനസികമായ വ്യഥയാണ്. ശരി, ഒന്ന്. രണ്ട്, ഒന്നാമത്തേതാ, ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ നന്നായി ശുശ്രൂഷിക്കണം. രണ്ട്, എങ്ങനെയാണോ എൻ്റെ അമ്മയും അച്ഛനും വിവാഹം കഴിച്ച് എന്നെ, ഇനി പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ, ചിലപ്പോൾ ഗുണം ചെയ്യും. എങ്ങനെയാണോ വിവാഹം കഴിച്ച് എൻ്റെ അമ്മയും അച്ഛനും എന്നെ ഉണ്ടാക്കിയത്, അതുപോലെ ഞാൻ നിർബന്ധമായി വിവാഹം കഴിച്ച് അടുത്ത തലമുറയെ ഉണ്ടാക്കണം. ഈ പറഞ്ഞതുണ്ടല്ലോ, ഒരു 2-2.5 മണിക്കൂർ പറയാനുള്ള വാക്കാണ് ഇപ്പി പറഞ്ഞത്. എങ്ങനെയാണോ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഉണ്ടാക്കിയത്, ഞാൻ വെറുതെ ഉണ്ടായതല്ല, വിളിച്ചു വരുത്തിയ ഒരു അതിഥിയായി അവരുടെ ജീവിതത്തിൽ വന്നതാണ്. വിളിച്ചു വരുത്താത്ത അതിഥിയായി അബദ്ധത്തിൽ സംഭവിച്ച അബദ്ധ സന്തതിയല്ല ഞാൻ വെറുതെ അങ്ങോട്ട് ഉണ്ടായതല്ല. ഞാൻ ഉണ്ടാകണമെന്ന് അതിയായ ആഗ്രഹത്തോടെ എൻ്റെ അമ്മയും അച്ഛനും തപസ് ചെയ്ത് വ്രതം നോട്ട് പ്രാർത്ഥിച്ചുണ്ടായ അതിഥിയായി അവരുടെ ജീവിതത്തിൽ വന്നതാ. വേണമെന്ന് വിചാരിച്ചെന്നെ ഉണ്ടാക്കിയതാ, അല്ലാതെ ഞാൻ അവരുടെ കാമചേഷ്ടയുടെ ഉപോൽപ്പന്നമല്ല. അതായത് ഞാൻ കാമസന്തതിയല്ല, യജ്ഞസന്തതിയാണ്. കാമത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ധാരാളം പിള്ളേർ ജനിക്കും. അവരാണ് ഇന്ന് നമ്മൾ സമൂഹം അങ്ങനെയെന്ന്, പിള്ളേരൊക്കെ ഇങ്ങനെയെന്ന് പറയണില്ലേ. എങ്ങനെ ഉണ്ടായതെന്ന് വെറുതെ ഒന്ന് ആലോചിക്കും. ഈ കുട്ടികളെ കുറ്റം പറയാൻ ഒരു അവകാശവും അച്ഛനമ്മമാർക്കില്ല. അവരുണ്ടായത് അബദ്ധത്തിൽ സംഭവിച്ച അബദ്ധ സന്തതികളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ യജ്ഞസന്തതിയാകണമെങ്കിൽ പ്രാർത്ഥനാപൂർവം മക്കളുണ്ടാകണം. അതുകൊണ്ട് എൻ്റെ അച്ഛനമ്മമാരോടുള്ള കടം വീട്ടലിന് നല്ല സന്താനങ്ങൾ ജനിക്കണം, കുറെ പിള്ളേരുണ്ടാവരുത് ഒരിക്കലും. ദയവ് ചെയ്ത് മക്കളെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്കണേ. അല്ലാണ്ട് വിവാഹം കഴിപ്പിക്കരുത്. കഴിപ്പിച്ചാൽ സംഭവിക്കുന്നത്, നമ്മൾ നാളെ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് കരയും. കാമചേഷ്ടയുടെ ഉപോൽപ്പന്നങ്ങളാവരുത് ഒരിക്കലും കുഞ്ഞുങ്ങൾ. ധർമ്മചിന്തയുടെ, പ്രാർത്ഥനയുടെ മക്കളായിരിക്കണം. വിവേകാനന്ദ സ്വാമി പറയുന്നത് ഒരു സ്വാമിജിയാണ്. പ്രാർത്ഥനയുടെ ഫലമായി മക്കൾ ജനിക്കണം. അല്ലാതെ ജനിക്കുന്ന മക്കളൊക്കെ സമൂഹത്തിന് ആപത്താണ്. ഇന്ന് കുട്ടികളെ കുറ്റം പറയാൻ നമുക്കൊരു അവകാശമില്ല എന്ന് വെറുതെ പറഞ്ഞതല്ല. ഈ കുട്ടികളെ ഉണ്ടാക്കിയത് നമ്മളാ. നമ്മുടെ ഈ ചേഷ്ടകളൊക്കെ ഈ കുഞ്ഞുങ്ങളിൽ കാണും. അതുകൊണ്ട് ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പവിത്രമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. അത് വലിയ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ലഭ്യമാകണം. എന്നാലേ പൂർവികന്മാരോടുള്ള കടം വീട്ടൽ നടക്കും. ഒന്നാമത്തെ യജ്ഞമായ പിതൃയജ്ഞം 3 കാര്യം ചെയ്യണം. 1, ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ നന്നായി ശുശ്രൂഷിക്കണം. 2, എങ്ങനെയാണ് എൻ്റെ അച്ഛനും അമ്മയും വിവാഹം കഴിച്ച് അടുത്ത തലമുറയെ ഉണ്ടാക്കിയത്, അതുപോലെ അടുത്ത തലമുറ ഞാൻ ഉണ്ടാക്കണം. അടുത്ത തലമുറ ഉണ്ടാകരുത്. പുത്രൻ, പ്രജ, സന്താനം, ഈ 3 വാക്കും ഒന്നിനൊന്ന് മെച്ചമാണ്. സന്താനം എന്ന് പറയുന്നത് തനു വിസ്താര എന്നാണ്, ശരീരം വിസ്തരിപ്പിക്കപ്പെടുന്നു എന്നാണ് അതിനർത്ഥം.
ജനിക്കുന്നത്, ശരിക്കും പ്രസവിക്കുന്നത് ആരാ? ആരാ പ്രസവിക്കുന്നേ? വെറുതെ എന്തായാലും ഞാൻ ചോദിക്കില്ല എന്ന് മനസ്സിലാക്കണേ. പ്രസവിക്കുന്നത് ആരാ? അതിൽ കളയൂ. ശ്രവിക്കുന്നത് ആരാ? ആരാ? അച്ഛനാണ്. അമ്മയല്ല പ്രസവിക്കുന്നത്. അല്ല. നോക്കൂ, ഒരു പുരുഷൻ തൻ്റെ ശരീരത്തെ വിസ്തരിപ്പിക്കുന്നതാണ് സന്താനം. തനു എന്ന് പറഞ്ഞ ശരീരമാണ്. സന്താനം എന്നാൽ തനു ശരീരമാണ്. തൻ്റെ ഈ ശരീരത്തെ ഒരു പുരുഷൻ വിസ്തരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പുനർജനിക്കുന്നത് ആണായാലും പെണ്ണായാലും പുരുഷനാണ്. അച്ഛനാണ് പുനർജനിക്കുന്നത്. ഈ ബോധം ഒരച്ഛനുണ്ടോ? ഇല്ല. കഷ്ടമാണ്. ഞാൻ തന്നെയാണ് പുനർജനിച്ചതെന്ന ബോധമില്ലാത്ത ഈ അച്ഛനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയാകേണ്ട ഒരു ആൺകുട്ടിയെയാണ് നമ്മൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത്.